പ്രിയപ്പെട്ട കുഞ്ഞോളെ, നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫീൽഡ് കണ്ടെത്തുക എന്നുള്ളതാണ് ഗോസസ് തിയറത്തിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ ഒന്നാമത്തത് we have to find out the field due to a spherical shell of charge. അപ്പോൾ എന്താണ് ഈ സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് എന്നാദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, സ്ഫെറിക്കൽ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സ്ഫിയർ ആണ്. ഉള്ളു പൊള്ളയായിട്ടുള്ളൊരു സ്ഫിയർ. ഓക്കെ, ഉള്ളു പൊള്ളയല്ല എങ്കിൽ അതിന് നമ്മൾ സോളിഡ് സ്ഫിയർ എന്ന് പറയും. സോളിഡ് സ്ഫിയർ. അപ്പം നിങ്ങളെ കയ്യിൽ ഇപ്പോഴുള്ളത് എന്താണ്? ഒരു ഹോളോ സ്ഫിയർ ആണ്. അതിനെയാണ് സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. ആ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ഹോളോസ്ഫിയറിൻ്റെ സർഫസിൽ മാത്രം ഒരുപാട് ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എവിടെയാണ്? സർഫസിൽ. അങ്ങനെയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്? ഇറ്റ് ഈസ് എ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എങ്ങനെയാണ്? ഇതാണ് സ്ഫെറിക്കൽ ഷെല്ല്. ഇതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്. ഓക്കെ, ഇതിൻ്റെ സർഫസിൽ ഒരുപാട് ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ? ഇതിപ്പോ സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് ആയി. ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫീൽഡ് നമ്മൾ കണ്ടെത്തണം. എവിടേക്കാണെന്ന് അറിയാവോ? ഒന്ന്, ഇതിൻ്റെ പുറത്ത് എവിടെയെങ്കിലുള്ള പോയിന്റ് ഏതുമായിക്കൊള്ളട്ടെ. രണ്ട്, സർഫസിൽ. മൂന്ന്, ഉള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ. ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഈ സ്ഫെറിക്കൽ ഷെല്ല് കാരണമുള്ള ഫീൽഡ് കണ്ടെത്തണം. ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ഒരു സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് കൺസിഡർ ചെയ്യും. ദാറ്റ് മീൻസ് ഒരു ഹോളോസ്ഫിയർ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാ മാഷ് പേർക്കാണ്, നന്നായി ശ്രദ്ധിക്കണം. Okay, this is a spherical shell of charge. ഇതിന്റെ സർഫസിലുണ്ടല്ലോടാ മക്കളെ ഒരുപാട് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇനി എൻ്റെ കുഞ്ഞുമക്കളെ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, ഈ ഹോളോസ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, ലെറ്റ് സിഗ്മ ഈസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി. ഏതാണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇത് കേൾക്കാത്തവരല്ല എൻ്റെ മക്കള്. ഓക്കെ, എന്താണ്? Sigma is the surface charge density of this sphere. എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ്. ഓക്കെ, ഇനി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ് Q ആണ്. ഓക്കെ, ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ് Q ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഗിവൺ എന്ന് നോക്കിയടാ? ഒരു സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് ഓഫ് റേഡിയസ് R, Q coulomb of charge is distributed over the surface of this spherical shell. Okay, the surface charge density of this sphere is given by sigma. ഇത്രയും അറിയുന്ന ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ ആ മൂന്ന് സ്ഥലങ്ങളിൽ ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി പോവാണ്. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി സ്ഫിയർ. എവിടെ? ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് the sphere. Outside the sphere. Sphere in the outside. പുറത്ത് ഏതെങ്കിലും ഒരു പോയിന്റ്, പുറത്ത് ഏത് പോയിന്റ്, പുറത്തുള്ള ഒരു പോയിന്റ് നമ്മൾ ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ പുറത്തൊരു പോയിന്റ്, ഈ പോയിന്റ് ആണ് എനിക്ക് ഫീൽഡ് കണ്ടെത്തേണ്ട പോയിന്റ്. ആ പോയിന്റിനെ ഞാൻ പി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒബ്സർവേഷൻ പോയിന്റ് പി ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഒരു ഇമാജിനറി സർഫസ്
കൺസ്ട്രക്ട് ചെയ്യണം. അതിൻ്റെ പേരാണ് ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഇവിടെയുള്ള ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ അവിടെ നമ്മൾ ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് അതൊരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം. അത് മാത്രമല്ല ഈ ഒബ്സർവേഷൻ പോയിന്റ് ഉൾക്കൊള്ളണം, അവിടെ ഫീൽഡ് ഈക്വൽ ആയിരിക്കണം, ഫ്ലക്സ് നോർമൽ ആയിരിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഗോഷ്യൻ സർഫസ് ഇവിടെ ആക്ച്വലി ഒരു സ്ഫിയർ തന്നെയല്ലേടാ മക്കളെ. ഇതാ ഞാൻ ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് വരക്കാണ്, അതിതാ ഈ ഒരു സ്ഫിയർ ആണ്. ഓക്കെ, ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് ഇതാ ഈ ഒരു സ്ഫിയർ ആണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഗോഷ്യൻ സർഫസ്. ഇതൊരു ഇമാജിനറി സർഫസ് ആണ്. അപ്പൊ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലാണ് ഇപ്പൊ ആക്ച്വലി നമ്മുടെ സ്പെറിക്കൽ ഷെല്ലുള്ളത് അല്ലെ. ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലാണ് ആക്ച്വലി നമ്മുടെ സ്പെറിക്കൽ ഷെല്ലുള്ളത്. ഓക്കെ, ഇനി ആ ഒബ്സർവേഷൻ പോയിന്റിലേക്ക് ഈ സ്പെറിക്കൽ ഷെല്ലിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇതാ, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഒബ്സർവേഷൻ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് ആർ, സ്മോൾ ലെറ്റർ ആർ. ആക്ച്വലി അത് ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് അല്ലേടാ മക്കളെ, ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ഗോഷ്യൻ സർഫസ് ഒരു സ്ഫിയർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ഫിയറിൽ ഞാൻ ചെറിയൊരു എലമെന്ററി ഏരിയ കൺസിഡർ ചെയ്യുന്നു, ചെറിയൊരു എലമെന്ററി ഏരിയ. ഓക്കെ, ആ പി എന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന ചെറിയൊരു എലമെന്ററി ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ എലമെന്ററി ഏരിയയെ ഞാൻ ഡി എസ് എന്ന് വിളിക്കുന്നു. ഇതാണ് എലമെന്ററി ഏരിയ ഡി എസ്. നിങ്ങൾക്കറിയാം ഫിസിക്സിൽ ഏരിയ ഒരു വെക്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? സംശയമില്ല, എന്താണ്? അതിന് നോർമൽ ആയിട്ടാണ്. ഇതാണ് ഏരിയ വെക്റ്റർ. ദാറ്റ് മീൻസ് വെക്റ്റർ ഡി എസ് എ. ദിസ് ഈസ് വെക്റ്റർ ഡി എസ് എ. ആക്ച്വലി നമ്മൾ ഇവിടെയാണ് ഫീൽഡ് കണ്ടെത്തേണ്ടതെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഞാൻ ചോദിക്കട്ടെടാ പിന്നെ മക്കളെ, ഈ പി എന്ന പോയിന്റിൽ എങ്ങാനും നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് റിപ്പൾഷൻ ആണോ അട്രാക്ഷൻ ആണോ? എന്ത് ചോദ്യമാ മാഷ്, ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലേ വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും അല്ലേ? ആ റിപ്പൽ ചെയ്യുന്നത് എങ്ങോട്ടാണോ അത് തന്നെയല്ലേ ആ പോയിന്റിലെ ഫീൽഡിന്റെ ഡയറക്ഷൻ. എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ഈ പോയിന്റിലുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് തന്നെയാണ് അല്ലേ? അതായത് ഡി എസിന്റെ ഡയറക്ഷനും ആ പോയിന്റിലെ ഫീൽഡിന്റെ ഡയറക്ഷനും സെയിം ആണ്, പാരലൽ ആണ്. രണ്ട് വെക്റ്റർ പാരലൽ ആണ്. ഇത്രേ എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് ആ ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. ഈ ഫീൽഡിനുള്ള എക്സ്പ്രഷൻ കണ്ടെത്തണം. ഓക്കെ, അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാവോ? ഈ ഗോഷ്യൻ സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് കണ്ടെത്തുക. ഫ്ലക്സ് ത്രൂ ദി ഗോഷ്യൻ സർഫസ്. മാഷ് എഴുതാൻ പോവാണ്, നമ്മളിപ്പോ ഡെറിവേഷൻ തുടങ്ങാൻ പോവാണ്. ഫ്ലക്സ് ത്രൂ ദി ഗോഷ്യൻ സർഫസ്. ഫ്ലക്സ് ത്രൂ ദി ഗോഷ്യൻ സർഫസ് എങ്ങനെ കണ്ടെത്തുന്ന അറിയാം? നമുക്ക് ഫ്ലക്സിന് ഒരു ജനറൽ ഇക്വേഷൻ ഇല്ലടാ, ആ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഫ്ലക്സ് ത്രൂ ദി ഗോഷ്യൻ സർഫസ്. ഇത് വലിയൊരു സർഫസ് അല്ലേ, എലമെന്ററി സർഫസ് അല്ല. ആ വലിയ ക്ലോസ്ഡ് സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫ്ലക്സ് ത്രൂ ദി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലേ? ഇ ഡോട്ട് ഡി എസ് which is equal to closed surface integral E ds cos theta. എന്താണ് തീറ്റ എന്ന് പറഞ്ഞാല്? ഇ എന്ന വെക്ടറും ഡി എസ് എന്നുള്ള വെക്ടറും തമ്മിലുള്ള ആംഗിൾ അല്ലേ? നമ്മളല്ലേ തൊട്ട് മുമ്പ് പറഞ്ഞത് ഇയും ഡി എസും പാരലൽ ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ് മക്കളെ? 0 ആണ്. That means cos 0 is equal to 1. So closed
surface integral of EDSA. Okay, theta is equal to 0 degree. Okay, it is equal to E constant ആണ്. കാരണം E എന്നുള്ളത് ഡിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആണ് അല്ലെ. ഫീൽഡ് എന്നുള്ളത് ഡിസ്റ്റൻസിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത് ഡിസ്റ്റൻസ് എല്ലാത്തേക്കും R തന്നെയാണ്. സോ E കോൺസ്റ്റന്റ് ആണ്. സോ ഇന്റഗ്രൽ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ds ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ds അല്ലെ ഈക്വൽ ടു ഇൻറ്റു നിങ്ങൾ പറയണം ds എന്നുള്ളത് സ്മോൾ എലമെന്ററി ഏരിയ ആണ്. അതിനെ മുഴുവനുമായിട്ട് അങ്ങ് കൂട്ടിയാൽ, അതായത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഗോഷ്യൻ സർഫസിന്റെ സർഫസ് ഏരിയ അല്ലേ. ഗോഷ്യൻ സർഫസ് അതായത് ഈ സ്ഫിയറിന്റെ ഔട്ട്സൈഡ് ഉള്ള ഇമാജിനറി സ്ഫിയറിന്റെ സർഫസ് ഏരിയ അല്ലേ. അതെത്രയാണ് മക്കളെ? അതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ r ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ds is 4πr². Okay, this is the flux through the Gaussian surface area. അല്ലേ? അപ്പൊ ഇത് ഡെഫിനിഷൻ, ഈ ഡെഫിനിഷനിൽ നിന്നാണ് ഈ ഫ്ലക്സ് കണ്ടെത്തിയത്. പക്ഷേ ഫ്ലക്സ് കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ വേറൊരു വഴി കൂടിയില്ലേ. ഏത് ഏത്? അത് തന്നെ ഗോസസ് തിയറം. എടുക്കടാ ഗോസസ് തിയറം. ബൈ ഗോസസ് തിയറം വാട്ട് ഈസ് ദി ഫ്ലക്സ്? ബൈ ഗോസസ് തിയറം ഏത് ഫ്ലക്സ് ആണ് കണ്ടെത്തുന്നത്? ഈ ഗോഷ്യൻ സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് phi is equal to എന്താണ് ഗോസസ് തിയറം പറയുന്നത്? യെസ്, ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് is equal to 1/epsilon 0 times the net charge enclosed by the surface. ഈ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് എത്രയാണ്? q അല്ലേ. അപ്പൊ q/epsilon 0. അപ്പൊ ഇതും ഗോഷ്യൻ സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് ആണ്, ഇതും ഗോഷ്യൻ സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് ആണ്. എങ്കിൽ ഇത് രണ്ടെണ്ണം ഈക്വൽ അല്ലേടാ. അപ്പൊ ഫ്രം ഇക്വേഷൻ 1 and 2 we can write ഇത് രണ്ടും ഒരേ സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സ് ആണ്. ഇത് ഡെഫിനിഷനിൽ നിന്ന് കിട്ടിയത്, ഇത് ഗോസസ് തിയറത്തിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ into 4πr² into 4πr² is equal to q/epsilon 0. അല്ലേ അല്ലേ? ഇനി മാഷ് ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താണ്. എങ്ങനെ അറിയാം? നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം തന്നൊരു സംഗതി കണ്ട സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ്, ടോട്ടൽ ചാർജ് q ആണ് അല്ലെ. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ടോട്ടൽ ചാർജ് q ആണ്. ഏതിന്? ഈ ഉള്ളിലുള്ള സ്ഫിയറിൽ. അതിന്റെ സർഫസ് ഏരിയ എന്താണ്? അതിന്റെ സർഫസ് ഏരിയ 4πr² ആണ്. ഏത് ആറ്? ക്യാപിറ്റൽ ആറ്. ഇവിടെ ഞാൻ ഇനി ചാർജ് ഇല്ലല്ലോടാ. ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് തന്നത്, അല്ലാതെ ഇതിന്റെ അല്ല. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് കൊണ്ടാണ് q എന്താണ്? q is equal to തെറ്റിക്കൂടെ ഏതാറ് എന്നുള്ളത്. ഇവിടെ ഏതാറ്, ഇവിടെ ഏതാറ് ഓർമ്മ വേണം. 4πr². അങ്ങനെയാണെങ്കിൽ into 4πr² is equal to sigma 4πr². അല്ലേ? നോക്കടാ, 4π cancelled. That means is equal to sigma ഒരു എപ്സിലോൺ 0 കൂടി ഇല്ലടാ. ഒരു എപ്സിലോൺ 0 കൂടി ഉണ്ടാവട്ടോ. sigma/epsilon 0. സിഗ്മ ഈസ് ഈക്വൽ ടു sigma/epsilon 0 ഒരു r²/r². ഇതാ കണ്ട, ഇതാണ് ഔട്ട്സൈഡ്. ഏത് പോയിന്റ് എടുത്താലും അവിടേക്കുള്ള ഫീൽഡ്, അവിടെയുള്ള ഫീൽഡ് അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ കണ്ട. എന്ത് ഈസിയിലാ കിട്ടിയത്? നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചില്ല. ഇല്ലേ ഇല്ല, ഗോസസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടെത്തിയത്. ആ ഇക്വേഷൻ നോക്ക്. അപ്പോ ആ ഫീൽഡ് സിഗ്മ കോൺസ്റ്റന്റ് ആണ് അല്ലെ. സിഗ്മ q കോൺസ്റ്റന്റ് ആണ്, 4πr എല്ലാം കോൺസ്റ്റന്റ് ആണ്, epsilon 0 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഹിയർ e
പ്രൊപ്പോർഷണൽ ടു 1/r². എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം എന്താടാ? ഈ ഷെല്ലിന്റെ സർഫസിൽ നിന്ന് അങ്ങോട്ട് പോകുന്തോറും ഫീൽഡ് കുറഞ്ഞുകൊണ്ട് വരും, ഇങ്ങോട്ട് പോകുന്തോറും ഫീൽഡ് കൂടിക്കൊണ്ട് വരും. അതായത് ഇവിടെയുള്ള ഫീൽഡിനേക്കാൾ കുറച്ച് ഫീൽഡാണ് ഇവിടെ, അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ. അതായത് ഷെല്ലിന്റെ അടുത്തോട്ട് വരുന്നതോറും ഫീൽഡ് കൂടിക്കൊണ്ട് വരും, ഷെല്ലിൽ നിന്ന് അകലുന്തോറും ഫീൽഡ് കൂടിക്കൊണ്ട് വരും, അകലുന്തോറും ഫീൽഡ് കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഔട്ട്സൈഡ് ദി സ്ഫിയർ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് പറയാം. എന്താണ് രണ്ടാമത്തെ കേസ്? ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി സർഫസ്. അത് ഇന്നെ വലിയ പണിയൊന്നുമില്ല. ഈ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ പറഞ്ഞത്? എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ പറഞ്ഞത്? ഇത് സർഫസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ പോയിന്റ് സർഫസിലായാൽ, പി എന്ന പോയിന്റ് സർഫസിലായാൽ സ്മോൾ ലെറ്റർ ആർ എന്തായി? ക്യാപിറ്റൽ ആർ ആയി അല്ലേ? That means on the surface എന്റെ കുഞ്ഞുമക്കളെ ഇടുന്നുണ്ടല്ലോ, R is equal to R. That means E is equal to sigma by epsilon 0. അല്ലേ? That means sigma എന്താ? Q by 4πr². That means 1/4π∁0 Q by r². ഇതാണ് സർഫസിലുള്ള ഫീൽഡ്. നിങ്ങൾ നോക്കേ, ഇത് കോൺസ്റ്റന്റ് ആണ്, റേഡിയസ് കോൺസ്റ്റന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് സർഫസിൽ എല്ലായിടത്തും ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെയുള്ള അതേ ഫീൽഡാണ് ഇവിടെ, അതേ ഫീൽഡാണ് ഇവിടെ. ഓക്കെ, അതിവിടെ നോക്കിയാൽ സിഗ്മ കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. സോ ഓൺ ദി സർഫസ് ഫീൽഡ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് inside the sphere. അപ്പൊ ഇവിടെ ഒരു ചിത്രമാണ്. ആ ചിത്രം ഞാൻ തൽക്കാലം ഇവിടെ വരച്ചോട്ടേടാ. ഇവിടെയാണ് വേണ്ടത്, അവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട്. ഇതാണിടാ നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ല്. ഇവിടെയാണ് ഈ ചിത്രം വേണ്ടത് കേട്ടാ. ഇതാണ് നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ല്. ഓക്കെ, ഇവിടെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് മറന്നുകൂടെ? ഇതാണ് ഇവിടുത്തെ ഗോഷ്യൻ സർഫസ്. ആണ് ഇത് ആദ്യത്തെ കേസിൽ. ഓക്കെ, അപ്പോ നമുക്കിനി എവിടെയാണ് ഫീൽഡ് കണ്ടെത്തേണ്ടത്? ഉള്ളിലുള്ള ഒരു പോയിന്റിലാണ്, ഇവിടെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ അവിടെ നമ്മൾ ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെ? അവിടെ ഒരു ഗോഷ്യൻ സർഫസ്. അപ്പൊ ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് ഇങ്ങനെ വരക്കുന്ന ഒരു സ്ഫിയർ തന്നെയല്ലേ? സോ ഇതാണ് ഇവിടുത്തെ ഗോഷ്യൻ സർഫസ്. ഗോഷ്യൻ സർഫസ്. നിങ്ങൾ അവിടെ നോക്ക്, ഇത് എൻക്ലോസ്. നമ്മളിപ്പോ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗോസസ് തിയറം അപ്ലൈ ചെയ്തിട്ടല്ലേ കണ്ടെത്തേണ്ടത്? ഗോസസ് തിയറം പ്രകാരം ഫ്ലക്സ് ത്രൂ ഡിസ്ക്ലോസ്ഡ് സർഫസ് is the net charge enclosed by this Gaussian surface. Gaussian സർഫസിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാ? ഇല്ല. That means charge enclosed by here, charge enclosed by Gaussian surface is 0. Charge illa. That means Q is equal to 0. ചാർജ് എവിടെയാ? ചാർജ് ഗോഷ്യൻ സർഫസിന്റെ പുറത്താണ്. ഗോഷ്യൻ സർഫസ് ചാർജ് എൻക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി? Therefore E is equal E into 4πr² is equal to 0 by epsilon 0, which is equal to 0. അങ്ങനെയാണെങ്കിൽ E എന്താ? E is equal to 0.
എന്ന് പറഞ്ഞാൽ ആ സ്ഫിയറിന്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും, സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ ഫീൽഡ് 0 ആണ്, ഫീൽഡ് ഇല്ല. അപ്പൊ നിങ്ങൾ അവിടുത്തെ സംഗതി നോക്കണ, ഡിസ്റ്റൻസിൽ ദൂരത്തേക്ക് പോകുന്നതോറും ഫീൽഡ് കുറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഇങ്ങോട്ട് വരുന്നതോറും ഫീൽഡ് കൂടിക്കൊണ്ട് വന്നിട്ട്, അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫീൽഡ് സർഫസിലല്ലേ, സർഫസിന്റെ ഉള്ളിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചാൽ മതി, ആടെ ഫീൽഡ് ഇല്ല. Field inside that cavity, field inside that portion of the shell is equal to 0. ആ ഉള്ളു പൊള്ളയായ ഭാഗത്ത്, സർഫസിന്റെ ഉള്ളിലുള്ള ഭാഗത്ത് അവിടെ എന്തില്ല, ഫീൽഡ് ഇല്ല, ഫീൽഡ് 0 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഉള്ള ഒരു സംഗതിയാണത്. അത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പറയും. എനിവേ ഇത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്താണ് നമുക്ക് എന്താണ് വേണ്ടിയിരുന്നത്, ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ 3 ഭാഗങ്ങളിൽ, ഒന്ന് പുറത്ത്, ഒന്ന് സർഫസിൽ, ഒന്ന് ഉള്ളിൽ ഫീൽഡ് കണ്ടെത്തണം. പുറത്ത് കണ്ടെത്തി ഇതാണ്, സർഫസിൽ കണ്ടെത്തി ഇതാണ്, ഉള്ളിൽ കണ്ടെത്തി അവിടെ ഫീൽഡ് ഇല്ല. ഓക്കെ, ആ വേരിയേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ 3 കേസിലാണെങ്കിലും ഫീൽഡ് വേരി ചെയ്യുന്നത് ഡിസ്റ്റൻസ് മാറുമ്പോഴാണ്. സർഫസിൽ നിന്ന് അകലും തോറും ഫീൽഡ് കുറഞ്ഞുകൊണ്ട് വരും, അടുത്തോണ്ട് വരും തോറും ഫീൽഡ് കൂടിക്കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കൂടിക്കൊണ്ട് വരുന്നില്ല, ഇവിടത്തേക്കാണ് മാക്സിമം, പിന്നെ 0 ആവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വേരിയേഷൻ ഒന്ന് ഗ്രാഫിക്കലായിട്ട് കാണിച്ചാലോടാ. ഓക്കെ, ഞാനിത് മാറ്റാണേ. ഓക്കെ, ഈ വേരിയേഷനെ, ഈ ഫീൽഡിന്റെ വേരിയേഷനെ നമുക്കൊന്ന് ഗ്രാഫിക്കലായിട്ട് കാണിക്കാം. ഓക്കെ, വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇതിന്റെ ബാക്കി തന്നെയാണിത്. വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് from the center, distance from the center. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ സ്ഫിയർ. ഓക്കെ, അതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, നമ്മൾ ആ ഗ്രാഫ് എടുത്ത് നോക്കിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാഗത്തേക്കും വേരി ചെയ്യുമ്പോൾ ഫീൽഡിൽ എന്ത് മാറ്റം വരുന്നു. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ, എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ അല്ലടാ നമ്മൾ ക്യാപിറ്റൽ ആർ എടുത്തത്, ഫ്രം ദി സെന്റർ. ഓക്കെ, അതായത് ക്യാപിറ്റൽ ആർ ഇങ്ങോട്ട്, അതേപോലെ ഇങ്ങോട്ട്. വൈ ആക്സിസിൽ ഫീൽഡ് ആണ് എടുക്കുന്നത്. ആ ഫീൽഡിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ്? ഫീൽഡിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് സർഫസിലാണ്. ദിസ് ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് ഫീൽഡ്. Emax is equal to what? Emax equal to sigma by epsilon 0. ഇതാണ് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഇങ്ങനെ വരുമ്പോൾ ഇത് ആക്ച്വലി ഇതെന്താണ്? ഇത്രയും ഡിസ്റ്റൻസ് എന്താണ്? സെന്ററിൽ നിന്നും സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതും അതേപോലെ ഇപ്പുറത്ത് സെന്ററിൽ നിന്ന് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ആ ഡിസ്റ്റൻസ് r is equal to capital R. Here that distance r is equal to capital R. അപ്പൊ നിങ്ങളൊന്ന് നോക്ക്, എവിടെയാണ് ഫീൽഡ് മാക്സിമം? സർഫസിലാണ് ഫീൽഡ് മാക്സിമം, അല്ലെ? ഫീൽഡ് മാക്സിമം സർഫസിലാണ്. അതായത് ഡിസ്റ്റൻസ് ആറിൽ ഉണ്ടാകുമ്പോൾ ഫീൽഡ് മാക്സിമം ആണ്. ഫീൽഡ് മാക്സിമം ആണ്. അങ്ങോട്ട് പോകുന്നത് ഫീൽഡ് കുറയുന്നു. എങ്ങനെ പറയുന്നു? 1/r² പ്രൊപ്പോർഷണൽ ആയിട്ട് പറയുന്നത് ഇങ്ങനെ പറയും. സർഫസിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും ഫീൽഡ് ഇങ്ങനെ പറയും. ഓക്കെ, 2 ഭാഗത്ത് ഒരുപോലെ കാണിക്കണം. ഇനി നോക്ക്, സർഫസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കാലെടുത്ത് വെച്ചാൽ ഉടനെ തന്നെ ഫീൽഡ് 0 ആവും.
ഉടനെ ഫീൽഡ് 0. ഉള്ളിലെല്ലായിടത്തും ഫീൽഡ് 0 ആണ്. ഇതാ ഫീൽഡ് 0 ആണ്. 0. So this is the variation of a field inside surface and outside the spherical shell. ഇനി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഉള്ളിൽ ഫീൽഡ് 0 ആവുന്നതുമായി ബന്ധപ്പെട്ടൊരു അപ്ലിക്കേഷൻ ഉണ്ട്. അത് അടുത്ത ചെറിയൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ. ഓക്കേടാ മക്കളെ.